ഇന്നുവരെയും എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് ഒരു രോഗികളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കഴിയുകയുമില്ല. ഞാനും എൻ്റെ കർത്താവിനോട് പലപ്പോഴും അവനിലുള്ള സൗഖ്യത്തെ ചോദിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ പുറപ്പാട് 15:26 ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കും. സങ്കീർത്തനം 103:3 എഴുതിയിരിക്കുന്നു, അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, അവൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. മർക്കോസ് 16:17 ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. മത്തായി 21:22 വേദപുസ്തകം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകുവാനിടയാണ്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ വെളിപ്പെടുത്തും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. യിരെമ്യാ പ്രവചനം 32:27 പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? തിരുവനന്തപുരം ദേശമേ, എനിക്ക് സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ?